ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഫ്ലിപ്കാർട്ട് ഹാളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അഫോർഡബിൾ റേറ്റിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് കിച്ചൺ പ്രോഡക്റ്റ്സുകളാണ് കേട്ടോ ഇന്നത്തെ ഹാള്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഗ്രോസറി കണ്ടെയ്നറാണ് കേട്ടോ. 800 ml വരുന്ന ഒരു ഗ്രോസറി കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ. ഇതിനകത്ത് 6 പീസാണ് വരുന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാപ്പ് വന്നിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ക്യാപ്പുമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മോഡൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു ഷേപ്പ് നമ്മുടെ ഫിഷ് ബൗളിൻ്റെയൊക്കെ മോഡലിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു ജാറിൻ്റെ ഒരു ഷേപ്പ് വന്നിട്ടുള്ളത്. നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ബ്ലൂ കളറിലുള്ള ക്യാപ്പിലുള്ള ഗ്രോസറി കണ്ടെയ്നർ സെറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ബ്ലാക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബ്ലാക്ക് എടുത്തത്. നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. നമ്മൾ ഇതിലേക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് കിച്ചണിൽ സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കൊള്ളുന്ന ഒരു ജാർ സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും വലിപ്പമൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഓർഡർ ചെയ്ത് വാങ്ങിക്കുമ്പോൾ. പക്ഷെ നല്ല ക്വാണ്ടിറ്റി കൊള്ളും കേട്ടോ. നല്ല ഒരു സെറ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് വെറും 199 രൂപയ്ക്കാണ് കേട്ടോ ഈ സെറ്റ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എയർ ടൈറ്റ് ആയിട്ടുള്ള ക്യാപ്പ് ആയതുകൊണ്ട് നമ്മുടെ സാധനങ്ങളൊന്നും പെട്ടെന്ന് ചീത്തയായി പോകത്തില്ലല്ലോ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു കോംബോയിലുള്ള ഒരു സെറ്റാണ് കേട്ടോ. നമ്മുടെ 2 സ്റ്റാൻഡും അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ വെക്കുന്ന ഒരു റാക്കും കൂടെ വന്നിട്ടുള്ള ഒരു കോംബോ സെറ്റായിരുന്നു. അതിനകത്ത് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സ്റ്റാൻഡാണ് കേട്ടോ. ഈ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചപ്പാത്തി സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ. നമ്മുടെ ചപ്പാത്തി പ്രസ്, അതുപോലെ തന്നെ ചപ്പാത്തി പാൻ, അതുപോലെ തന്നെ ചപ്പാത്തി റോളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല ഒരു ഓർഗനൈസറാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഭിത്തിയിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ 2 ഒരു സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഭിത്തിയിൽ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തോന്നുമല്ലോ. അപ്പോൾ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമുക്ക് ഭിത്തിയിൽ ഹാങ് ചെയ്ത് വെക്കാനും കൂടെ കഴിയുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു സൈഡിലായിട്ട് പ്ലേസ് ചെയ്ത് വെക്കാനും പറ്റും. രണ്ടാമത് വരുന്നത് ഈ ഒരു സ്റ്റാൻഡാണ് കേട്ടോ. ഈ സ്റ്റാൻഡ് നമുക്ക് നമ്മുടെ ഗ്രോസറി സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ. നമ്മുടെ മസാല ഐറ്റംസ് നമ്മൾ പെട്ടെന്ന് നിൽക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് നമ്മൾ കിച്ചൺ സ്ലാബിൽ സെറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള നല്ല ബലമൊക്കെ ഉള്ള കമ്പിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് വന്നിട്ട് ബുഷ് വെച്ചിട്ടാണ് കേട്ടോ ഇവർ ചെയ്തിട്ടുള്ളത്. പ്ലാസ്റ്റിക്കിൻ്റെ റബ്ബർ പോലുള്ള ഒരു ബുഷ് വെച്ചിട്ട്. അപ്പോൾ എക്സ്ട്രാ 2 ബുഷും കൂടി ഇവരിതിൻ്റെ സൈഡിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പിയൊക്കെ തന്നെയാണ് കേട്ടോ. നല്ല പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു ടൈപ്പൊന്നും അല്ലായിരുന്നു. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പൊടി ഐറ്റംസൊക്കെ ഇതിൽ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് മൂന്നാമത് വരുന്ന സാധനം ഇതുപോലെ പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു റാക്കാണ് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ റാക്കാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാസ്റ്റിക് റാക്കിൻ്റെ അടിഭാഗത്ത് വെക്കാനുള്ള ഒരു ട്രേയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാത്രങ്ങളൊക്കെ ഈ റാക്കിലേക്ക് വെക്കുമ്പോൾ ഈ റാക്ക് വഴി വെള്ളം താഴെ ഈ അടിയിലുള്ള ഈ ട്രേയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിലെ വെള്ളമൊക്കെ വാർന്ന് പോയി നമ്മുടെ പ്ലേറ്റൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുന്ന ആ ഒരു ടൈപ്പിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. ഈ ട്രേക്ക് അത്യാവശ്യം ഒരു കട്ടിയൊക്കെ കുറവായിരുന്നു, എന്നാലും കുഴപ്പമില്ല. നല്ല ഭംഗിയുള്ള കളറായിരുന്നു കേട്ടോ. നല്ലൊരു ഗ്രീൻ കളറായിരുന്നു. അതിപ്പോൾ തന്നെ ബ്ലൂ കളറിലുള്ള കോംബോയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഗ്രീൻ ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഗ്രീൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റാക്കിൻ്റെ നമുക്ക് താഴ്ഭാഗത്തായിട്ട് ഈ ട്രേ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്പൂണൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കപ്പും കൂടെ ഇവരിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കപ്പ് നമുക്ക് 2ആയിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കപ്പ് നമുക്ക് ഇതിൻ്റെ ഏത് സൈഡിൽ വേണമെങ്കിലും ഇതുപോലെ പ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു കളറും അതുപോലെ തന്നെ നല്ലൊരു കോംബോ ആയിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 409 രൂപയായിരുന്നു കേട്ടോ. ഫ്ലിപ്കാർട്ടിലെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 409 രൂപയ്ക്ക് ഈ ഒരു കോംബോ സെറ്റ് എനിക്ക് നല്ലതായിട്ട് തന്നെ തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്നാമത് വാങ്ങിയിട്ടുള്ള സാധനം ഈ ഒരു അപ്പച്ചട്ടിയാണ് കേട്ടോ. പാലപ്പത്തിൻ്റെ ചട്ടിയാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് 500 എബോ ആണ് കേട്ടോ ഇതിനൊരു വില പറയുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് കിട്ടിയിരിക്കുന്നത് വെറും 260 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടി എനിക്ക് നല്ല ഇതായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു ചട്ടിയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഇതുപോലുള്ളൊരു സ്ക്രബും അതുപോലെ തന്നെ ഒരു ഇതുപോലുള്ളൊരു സ്പൂണുമാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഗ്രീൻ കളറിലുള്ളൊരു സ്ക്രബാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനൊരു അടപ്പും കൂടെ വരുന്നുണ്ട് കേട്ടോ. 260 രൂപയ്ക്ക് എനിക്ക് നല്ല വർത്തായിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാലപ്പത്തിൻ്റെ ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാലാമത്തെ ഐറ്റം ദോശത്തവയാണ് കേട്ടോ. അതാ ഈ ഒരു ദോശത്തവയാണ് കേട്ടോ ഞാൻ സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദാ കിട്ടിയിട്ടുള്ളതും അതേ സെയിം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് വന്നിട്ടുള്ളത് ഒരു ബ്രഷും അതുപോലെ തന്നെ ദാ ഈ ഒരു സ്പൂണും അതുപോലെ തന്നെ ഒരു റെഡ് കളറിലുള്ള ഒരു സ്ക്രബും കൂടെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇതിനകത്ത് വന്നിട്ടുള്ള ബ്രഷ് സിലിക്കണ്ട് ടൈപ്പിലുള്ള ഒരു ബ്രഷാണ് കേട്ടോ. നല്ല അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു ബ്രഷ് തന്നെയായിരുന്നു ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല റാപ്പ് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ പൊട്ടിച്ചതിന് ശേഷമാണ് കാണിച്ചത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ദോശത്തവ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് 500 എബോവൊക്കെയാണല്ലോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ വില വന്നിട്ട് 270 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ ദോശത്തവയും അതുപോലെ തന്നെ പാലപ്പത്തിൻ്റെ ചട്ടിയും നല്ലതായിരുന്നു കേട്ടോ. നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള 2 പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ലാസ്റ്റ് പ്രോഡക്റ്റിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ലാസ്റ്റായിട്ട് വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ്. 4 ചവിട്ടുമെത്തയാണ് കേട്ടോ. കോംബോ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 180 രൂപയായിരുന്നു കേട്ടോ ഈ 4 എണ്ണത്തിൻ്റെയും കൂടെ റേറ്റ്. അതിനകത്ത് ഒരെണ്ണം വന്നിട്ട് ഒരു ഗ്രാസിൻ്റെ മോഡലും അല്ലാതെ 3 എണ്ണം സാധാ തുണിയുടെ മോഡലും ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ ആദ്യത്തേത്. ഗ്രാസിൻ്റെ ഒരു മോഡലായിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി അതൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ലൊരു ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു ടൈപ്പ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മോഡലൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി എങ്കിലും പക്ഷേ നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ചവിട്ടുമെത്ത തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ പൊടിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ചവിട്ടുമെത്തയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു കളറും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയപ്പോൾ ഇത് 4 എണ്ണമായിരുന്നു ഓഫറിലുണ്ടായിരുന്നത്. ഇപ്പം 5 എണ്ണമൊക്കെ ഓഫറിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഒരു ഗ്രാസിൻ്റെയും അതുപോലെ തന്നെ സാധാ തുണിയുടെ ടൈപ്പ് വരുന്നത് 4 എണ്ണവുമാണ് കേട്ടോ ഇപ്പോൾ ഓഫറിൽ കിടക്കുന്നത്. അപ്പോൾ 3 കളർ ഷെയ്ഡിലുള്ളതായിരുന്നു കേട്ടോ ബാക്കിയുള്ള 3 ചവിട്ടുമെത്ത. ഒന്നൊരു ഗ്രേ കളറ്, അതുപോലെ തന്നെ ഒരു നേവി ബ്ലൂ കളറും അതുപോലെ ഒരു മെറൂൺ കളറും ആയിരുന്നു കേട്ടോ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല സൂപ്പർ കളറും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചവിട്ടുമെത്തയായിരുന്നു കേട്ടോ. 180 രൂപയ്ക്ക് നല്ല വത്തായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ലൊരു ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഗ്രാസിൻ്റെ ഒരു ചവിട്ടുമെത്ത.